7 മാസം മാത്രം പ്രായമുള്ള ഒരു കുട്ടിക്കുരങ്ങൻ. ജനിച്ചയുടൻ അവന്റെ അമ്മക്കുരങ്ങ് അവനെ ഉപേക്ഷിച്ചു. മറ്റു കുരങ്ങുകളും തിരിഞ്ഞു നോക്കിയില്ല. പക്ഷേ അവൻ അറിയുന്നുണ്ടാകുമോ അവൻ ഇന്ന് ഈ ലോകത്തിന്റെ പൊന്നോമനയാണെന്ന്? പറഞ്ഞു വരുന്നത് ടോക്കിയോയിലെ ഇച്ചിക്കാവ സിറ്റി മൃഗശാലയിലെ മക്കാക്ക് വർഗത്തിൽപ്പെട്ട പഞ്ചിനെ പറ്റിയാണ്. കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് പഞ്ചിന്റെ ജനനം. ജനിച്ച ഉടനെ പഞ്ചിനെ അമ്മ ഉപേക്ഷിച്ചു. ഓരോ തവണയും അമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴും അമ്മക്കുരങ്ങ് അവനെ ആട്ടിയകറ്റി. അമ്മയുടെ ശരീരത്തോട് പറ്റിച്ചേർന്ന് വളരേണ്ടിയിരുന്ന സമയമെല്ലാം ആ കുഞ്ഞൻ തനിച്ചായി. അമ്മയുടെ സ്നേഹം കിട്ടാതെ വളർന്ന അവനെ മൃഗശാലയിലെ ജീവനക്കാർ ഏറ്റെടുത്തു. കുപ്പിപ്പാൽ നൽകി അവർ അവന് സ്നേഹത്തിന്റെ തണലായി. ഇടയ്ക്ക് മൃഗശാലയിലെ മറ്റു കുരങ്ങുകൾക്കിടയിലേക്ക് അവനെ വിട്ടെങ്കിലും വഴി കാണിക്കാൻ അമ്മയില്ലാതെ പഞ്ച് ബുദ്ധിമുട്ടി. അവനെ ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷിക്കാനായി മൃഗശാല അധികൃതർ കണ്ടെത്തിയ വഴിയായിരുന്നു ഒരു പാവ. ഐക്കിയ ബ്രാൻഡിന്റെ ഒരു സോഫ്റ്റ് ടോയ്, ഒറാങ്ങുട്ടാന്റെ മാതൃകയിലുള്ള ഒരു പാവ. അവരതിന് ഓറമാമ എന്ന് പേരിട്ടു. പതിയെ പഞ്ച് ആ പാവയിൽ ആശ്വാസവും സുരക്ഷിതത്വവും കണ്ടെത്തി. പിന്നീട് എല്ലായ്പ്പോഴും ആ പാവയ്ക്കൊപ്പമായി. മറ്റാരെയും അവൻ ആ പാവയെ തൊടാൻ അനുവദിച്ചില്ല. എവിടെ പോകുമ്പോഴും പഞ്ചിന്റെ കൂടെ അവന്റെ ഓറമാമയുണ്ടാകും. അവനേക്കാൾ വലുതായിട്ടും ആ പാവയെ അവൻ എല്ലായിടത്തേക്കും വലിച്ചിടിച്ച് കൊണ്ടു നടന്നു. ഉറക്കം പോലും ആ പാവയെ കെട്ടിപ്പിടിച്ചായി. ആ പാവയ്ക്കൊപ്പം ഒറ്റയ്ക്ക് കളിക്കുന്ന പഞ്ചിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചെറു നോവ് പടർത്തി. എന്നാൽ ഇന്ന് കാര്യങ്ങൾ മാറി തുടങ്ങിയിട്ടുണ്ട്. അടുത്തിടെ പുറത്തു വന്ന ദൃശ്യങ്ങളിൽ പഞ്ച് മറ്റൊരു കുരങ്ങിന്റെ പുറത്തു കയറുന്നതും മറ്റു കുരങ്ങുകൾക്കൊപ്പം ഇരിക്കുന്നതും കാണാം. പയ്യെ അവൻ മറ്റു കുരങ്ങുകളോടും പൊരുത്തപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ആ കുരങ്ങുകൾക്കിടയിൽ അവന്റെ അമ്മയുമുണ്ട്. ജാപ്പനീസ് മക്കാക്കുകൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്നത് അസാധാരണമല്ലെന്നാണ് മൃഗശാലയിലെ അധികൃതർ പറയുന്നത്. അതിന് നിരവധി കാരണങ്ങളുമുണ്ട്. എന്തായാലും പഞ്ച് മൃഗശാലയിലെ മാത്രമല്ല ഈ ലോകത്തിന്റെ തന്നെ താരമായതിൽ അതിശയിക്കാനില്ല. ഒറ്റപ്പെടലിന്റെ നോവ് അറിയുന്നവരെല്ലാം അവനെ നെഞ്ചോട് ചേർത്ത് കഴിഞ്ഞു. പഞ്ചിനെ കാണാൻ ഇന്ന് മൃഗശാലയിൽ എത്തുന്നവരുടെയും എണ്ണം കൂടിയിട്ടുണ്ട്. പഞ്ചിനെ ദത്തെടുക്കാൻ ആഗ്രഹിച്ചും ആളുകൾ എത്തുന്നുണ്ട്. പഞ്ചിന്റെ കയ്യിലുള്ള പാവയുടെ നിർമ്മാതാക്കളായ കമ്പനിയാകട്ടെ വീണ്ടും കുറച്ച് പാവകൾ കൂടി അയച്ചു നൽകിയാണ് പഞ്ചിനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചത്. പഞ്ച് കാരണം തങ്ങളുടെ പാവയുടെ വിൽപ്പനയിൽ വ്യക്തമായ വർധനവുണ്ടായിട്ടുണ്ടെന്ന് ഐക്കിയ ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. എന്തായാലും സ്റ്റെഫ് ചെയ്ത ആ കളിപ്പാട്ടം ആവശ്യമില്ലാത്ത ഒരു ദിവസം പഞ്ചിന് വരുമെന്ന പ്രതീക്ഷയിലാണ് മൃഗശാല ജീവനക്കാരും ലോകവും.